നിക്ഷേപം ചെയ്യുന്നതിനെ എളുപ്പവും എല്ലാവർക്കും ലഭ്യമാകുന്നതുമായ ഒരു പ്ലാറ്റ്ഫോമാക്കി മാറ്റിയത് ഗ്രോ ആണ്. ഇപ്പോൾ അവർ IPO മാർക്കറ്റിലേക്ക് കടക്കുകയാണ്. 2016 ആരംഭിച്ച ഗ്രോ ഇന്ത്യയിൽ വളരെ വേഗത്തിൽ വളരുന്ന നിക്ഷേപ പ്ലാറ്റ്ഫോമുകളിൽ ഒന്നായി മാറി. ഗ്രോ IPO നവംബർ 4 ആരംഭിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഗ്രോ IPOയുടെ പ്രധാനപ്പെട്ട പോസിറ്റീവുകളും അതുപോലെ തന്നെ നെഗറ്റീവുകളും ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഫിസ്ക്കൽ ഇയർ 2023 മുതൽ ഫിസ്ക്കൽ ഇയർ 2025 വരെ കമ്പനിയുടെ വരുമാനം ഏകദേശം 3 മടങ്ങ് വളർന്നു. 1100 കോടിയിൽ നിന്ന് 3900 കോടിയായി മാറി. ഫിസ്ക്കൽ ഇയർ 2025 ഗ്രോ 1824.3 കോടി രൂപ നെറ്റ് പ്രോഫിറ്റ് ആയി റിപ്പോർട്ട് ചെയ്തു. എന്നാൽ അതിനു മുമ്പ് ഫിസ്ക്കൽ ഇയർ 2024 കമ്പനി നഷ്ടം രേഖപ്പെടുത്തി. എന്നാൽ ആ നഷ്ടം പ്രധാനമായും US നിന്നുള്ള പൂർണ്ണമായ പ്രവർത്തന മാറ്റത്തിന്റെ സമയത്തുണ്ടായതാണ്. ആ കാലഘട്ടത്തിൽ കമ്പനി ഏകദേശം 1300 കോടി രൂപ ഒറ്റത്തവണ നികുതിയായി നൽകുകയും ചെയ്തു. ഓപ്പറേഷണൽ നിലയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിസ്ക്കൽ ഇയർ 2024 ഗ്രോ ലാഭകരമായ രീതിയിലാണ് പ്രവർത്തിച്ചത്. ഇനി നമ്മൾ കസ്റ്റമേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗ്രോവിന് നിലവിൽ 1.2 കോടി സജീവ NSE ക്ലയന്റുകൾ ഉണ്ട്. അത് മാത്രമല്ല SIP-കളുടെ മേഖലകളിലും അവർക്ക് ശക്തമായ സാന്നിധ്യമുണ്ട്. 2025 ജൂൺ വരെയുള്ള കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ ആരംഭിച്ച ഓരോ പുതിയ 3 SIP-കളിൽ നിന്നും 1 ഗ്രോ വഴിയായിരുന്നു. ഇതുവഴി അവരുടെ മാസീവ് റീറ്റെയിൽ റീച്ച് ആണ് നമുക്ക് വ്യക്തമാകുന്നത്. ഇതൊക്കെ പറഞ്ഞാലും ചില റിസ്കുകളും നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. മാറുന്ന സെബി നിയമങ്ങൾ, അതുപോലെ തന്നെ മാർക്കറ്റിൽ ഉണ്ടാകുന്ന മന്ദഗതി, സാങ്കേതികമായ മാറ്റങ്ങൾ തുടങ്ങിയവ ബിസിനസിനെ ചെറിയ രീതിയിൽ ബാധിച്ചെന്ന് വരാം. എന്നാൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഗ്രോയിന് ഒരു ശക്തമായ ബ്രാൻഡ് വാല്യൂവും അതുപോലെ തന്നെ ഉറച്ച സാമ്പത്തിക പ്രകടനവും ഉണ്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ പറയുന്ന ഓരോ കാര്യങ്ങളും റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് എന്ന ഔദ്യോഗിക രേഖയിൽ നിന്ന് എടുത്തതാണ്. ഞാൻ സെബിയിൽ രജിസ്റ്റർ ചെയ്ത ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസർ അല്ല. ഈ വീഡിയോ ഒരു പെയ്ഡ് പ്രൊമോഷനും അല്ല. വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ബോസ് വാല, ബി ദ ബോസ്.